യുദ്ധം അവസാനിച്ചത് ആഗോള സമ്പദ്ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കാൾ ഉപരിയായിട്ട് യുദ്ധം നമുക്ക് നൽകുന്ന, കേരളത്തിന് നൽകുന്ന വലിയൊരു പാഠമുണ്ട്. ഏകദേശം 15 ലക്ഷം മുതൽ 25 ലക്ഷം വരുന്ന മലയാളികൾ പാർക്കുന്ന UAE ചെറിയൊരു ഡ്രോൺ ആക്രമണം ഉണ്ടായപ്പോൾ നിരവധി പേരുടെ ജോലി നഷ്ടപ്പെടുന്ന അവസരം ഉണ്ടായി. അപ്പോൾ ആലോചിച്ച് നോക്കൂ, അതുപോലെ ഒരു സാഹചര്യം ഇനി ഉണ്ടായിക്കൂടാന്നില്ല. അത്തരം സാഹചര്യങ്ങളെ നേരിടാൻ വേണ്ടി 15 ലക്ഷം 25 ലക്ഷം വരുന്ന UAE മലയാളികളെ തന്നെ അല്ലെങ്കിൽ നമുക്ക് സംരക്ഷിക്കാൻ അവർ തിരിച്ചു വന്നാലുള്ള അവസ്ഥ, കേരള സമ്പദ് വ്യവസ്ഥയിൽ 2.16 ലക്ഷം കോടി രൂപയുടെ സംഭാവന ചെയ്യുന്ന NRIs മണിയാണ്. ആ NRI മണിയിൽ നല്ലൊരു ഭാഗം, ഏകദേശം 50% വരുന്ന UAE അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പണം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ എങ്ങനെ നേരിടാൻ സാധിക്കും? തിരിച്ചു വന്നാൽ അവർക്ക് എന്ത് തൊഴിൽ കിട്ടും? അതും നമ്മുടെ ബഡ്ജറ്റിൽ രൂപീകരിക്കേണ്ട അല്ലെങ്കിൽ ഊന്നൽ കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അതിന് എത്രത്തോളം അതിനു വേണ്ടിയിട്ട് ഇൻവെസ്റ്റേഴ്സ് പ്രവാസി ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് എന്നുള്ളൊരു സംവിധാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നടപ്പായാൽ അതും ഒരു വിസ്മയമായിരിക്കും. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, യുദ്ധം അവസാനിക്കുമ്പോൾ ഉണ്ടാകുന്ന ആഗോളതലത്തിലുണ്ടാകുന്ന സാമ്പത്തിക മാറ്റങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഈ യുദ്ധത്തിന്റെ മൂല കാരണം തന്നെ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ കറൻസിയിലുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ അമേരിക്കയുടെ സാമ്പത്തിക രംഗത്തിനുണ്ടാക്കുന്ന ഒരു മാറ്റമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഉദാഹരണം, യുദ്ധം ആരംഭിച്ചതിനു ശേഷം ലോക കറൻസികളെല്ലാം തന്നെ, ആഗോള കറൻസികളെല്ലാം തന്നെ, ഡൊമസ്റ്റിക് കറൻസികളെല്ലാം ഡോളറിന് എഗെയിൻസ്റ്റ് ആയിട്ട് മൂല്യം നഷ്ടപ്പെട്ടു. ഉദാഹരണം, ഇന്ത്യയുടെ കറൻസി തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 90 രൂപ 89 രൂപയിൽ നിന്നും അത് ഏകദേശം 96 രൂപയിലേക്ക് ഏകദേശം 10% ഉള്ള 10-12% ഉള്ള ഡിപ്രീസിയേഷൻ അല്ലെ ഡീവാലുവേഷൻ നമ്മുടെ കറൻസിക്ക് ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് അമേരിക്കയ്ക്ക് ഉണ്ടാകുന്ന നേട്ടം എന്താണെന്ന് ഞാൻ പറയാം. ഇന്ത്യയിൽ നിന്ന് ഒരു ഉൽപ്പന്നം അല്ലെ ഒരു വ്യക്തിയെ അവർ ഹയർ ചെയ്യുമ്പം അവർക്ക് മുമ്പ് $1000 കൊടുക്കുന്നിടത്ത് ഇന്ന് $980 കൊടുത്താൽ മതി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കറൻസി വാറാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഇറാൻ US യുദ്ധം എന്ന് പറയുന്നതും അല്ലെങ്കിൽ അതിനെ അങ്ങനെ തന്നെ നിലനിർത്തുന്നതിന്റെ കാരണം എന്ന് പറയുന്നതും US എക്കോണമിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു US തന്ത്രത്തിന്റെ ഭാഗം കൂടിയാണ്. അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. US എക്കോണമിയെ കൂടുതൽ ട്രിഗർ ചെയ്യിപ്പിക്കുന്നിടം വരെ. പ്രത്യേകിച്ചും എന്തുകൊണ്ടാണ് US അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം, ലോകം മുഴുവൻ ഡോളറിന് അഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഡോളറിന് ഓൾട്ടർനേറ്റീവായി മറ്റ് കറൻസികളെ കുറിച്ച് സംസാരിക്കുന്ന ഘട്ടത്തിലാണ്. ഇന്ത്യ റഷ്യയിൽ നിന്ന് റൂബിൾ ടെർമിനോളജിയിൽ, ഡോളർ ടെർമിനോളജി അല്ല റൂബിൾ ടെർമിനോളജിയിൽ അല്ലെങ്കിൽ ആ ഡിനോമിനേഷനിൽ നമ്മൾ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങിയത്. ബ്രിക്സ് രാജ്യങ്ങളുടെ കറൻസിയെ കുറിച്ച് ഇന്ത്യ സംസാരിച്ചു തുടങ്ങിയത് അവിടെ മുതലാണ് ശരിക്കും US-ന് വളരെ വലിയൊരു അസ്വസ്ഥത ഉണ്ടാകുന്നത്, അമേരിക്കയ്ക്ക് വലിയൊരു അസ്വസ്ഥത ഉണ്ടാകുന്നത്. അവിടെ മുതലാണ് യുദ്ധത്തിന്റെ തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്രൂഡ് ഓയിലിന്റെ ഫ്ലോ അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിന്റെ മൂവ്മെന്റ് നടക്കാത്തിടത്തോളം കാലം അതിനെ ഡോളർ ടെർമിനോളജിയിലേക്ക് മാറ്റുവാൻ വേണ്ടിയിട്ട് US, അമേരിക്ക വളരെ വലിയൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ ഈ യുദ്ധത്തിന്റെ മറ്റൊരു വശം എന്ന് പറയുന്നത്. പിന്നെ മറ്റു ചില കാരണങ്ങൾ അവർ പറയുന്നുണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതലായിട്ട് ഇതിന്റെ സാമ്പത്തിക വശമാണ് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാരണം. ഇപ്പൊ യുദ്ധം അവസാനിക്കുന്നു, ഇങ്ങനെ ഒരു സമാധാന ഘട്ടത്തിലേക്ക് പോകുന്നുവെങ്കിൽ, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം എല്ലാ കറൻസികളും US ഡോളർ കുറച്ചും കൂടെ ശക്തമായി, അമേരിക്കയിലെ കുറച്ചും കൂടെ ജോബ് ഡേറ്റയൊക്കെ നന്നായിട്ട് വരാൻ തുടങ്ങുന്നുണ്ട്. അമേരിക്ക ശരിക്കും പറഞ്ഞാൽ അവരുടെ എക്കോണമി വളരെ മോശമായി കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ദീർഘകാലത്തിൽ അമേരിക്കയ്ക്ക് അത് ഗുണം ചെയ്യുമെന്നുള്ളത് കൊണ്ടായിരിക്കണം. അല്ലാതെ ശരിക്കും പറഞ്ഞാൽ അമേരിക്ക ഒരു ബിസിനസ് രാജ്യമാണ്, ഒരു ബിസിനസ്സുകാരനാണ് അമേരിക്കയുടെ തലവൻ. അദ്ദേഹം ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് വെറുതെ ഒരു ഡിസ്റ്റർബൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരങ്ങനെ ഒരു യുദ്ധം കൊണ്ടുപോകില്ല. അപ്പൊ അവിടെയാണ് ഇനിയും വരുന്ന ഒരു സമാധാന ഘട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ആഗോളതലത്തിൽ ഇങ്ങനെ യുദ്ധത്തിന് മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലോക വിപണിയെ കൂടുതൽ അത് മാന്ദ്യത്തിൽ നിന്ന് ഇപ്പോൾ ഒട്ടേറെ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് പെട്രോളിയം റിലേറ്റഡ് പ്രോഡക്ട്സുകളുടെ എല്ലാം തന്നെ ഉണ്ടായിട്ടുള്ള കുറവുകൾ കാരണം ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ നമ്മൾ ഇന്ത്യയിൽ പോലും വളരെയധികം വന്നിട്ടുണ്ട്. അതുകൂടാതെ പണപ്പെരുപ്പത്തിന്റെ അളവ്, ഇൻഫ്ലേഷൻ എന്നുള്ളത് അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് മറ്റു രാജ്യങ്ങളിലൊക്കെ വളരെ വലിയ രീതിയിൽ ഷൂട്ടപ്പ് ചെയ്തിട്ടുണ്ട്. ഈവൻ ഗൾഫ് രാജ്യങ്ങളിൽ പോലും ക്രൂഡ് ഓയിലിന്റെ വില വളരെയധികം വർദ്ധിച്ചു, പെട്രോൾ ഡീസലിന്റെ വില അവിടെ വളരെയധികം വർദ്ധിച്ചു, വലിയ തോതിൽ വർദ്ധിച്ചു. നമ്മുടെ ഇന്ത്യയിൽ അത്രയും അത് ബാധിച്ചിട്ടില്ല, ശരിക്കും അത്രയധികം ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടില്ല. കാരണം ഗവൺമെന്റ് എക്സൈസ് ഡ്യൂട്ടിയൊക്കെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പക്ഷെ മറ്റു രാജ്യങ്ങളിൽ അത് വന്നിട്ടുണ്ട്.
അതിന്റെ ഒരു ഇമ്പാക്ട് നമ്മൾ ഇപ്പോൾ നിലവിൽ ഇത്രയും കാലത്തെ ഒരു ബ്ലോക്കിന്റെ ഇമ്പാക്ട് ഒരു 5-6 മാസം കൊണ്ട് നിൽക്കാൻ സാധ്യതയുണ്ട്. പിന്നീട് ഈ നിലനിൽക്കുകയാണെങ്കിൽ ക്രമേണ ആഗോള വിപണി കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോകും. പക്ഷേ ഇന്ത്യയെ അത് വളരെ മുന്നോട്ട് പോകാനുള്ള മറ്റു ചില ഘടകങ്ങൾ ഇന്ത്യക്കുണ്ട് സാമ്പത്തികപരമായിട്ട്. അതുകൊണ്ട് നമ്മുടെ എക്കോണമി കുറച്ചും കൂടെ ശക്തമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു.